എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തന്നം ഫിഷ് കറി മസാല ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഫിഷ് കറി ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് ഇന്ന് കാണാം. ആവശ്യമുള്ള സാധനങ്ങൾ: ചെറിയ ഉള്ളി 150 ഗ്രാം, തക്കാളി 2 എണ്ണം, ആവശ്യമുള്ള മീൻ. ഞാൻ ഇന്ന് റോഗാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഏതാ മീൻ അതെടുക്കാം. പിന്നെ പുളിവെള്ളം, പിന്നെ നമ്മുടെ ഈ തന്നം ഫിഷ് മസാല മാത്രം മതി, വേറെ ഒന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇഞ്ചിയോ വെളുത്തുള്ളി അങ്ങനെ ഒന്നും വേണ്ട, ഇത് മാത്രം ഇട്ടാൽ മതി. നമ്മുടെ ഈ തന്നം ഫിഷ് മസാലയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമ്മൾ ചേർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം കുറച്ച് കടുകിടുക. കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം 150 ഗ്രാം നമ്മുടെ ചെറിയ വെങ്കായം നല്ലോണം വതങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പില ചേർക്കാം. അതിനുശേഷം 2 തക്കാളി, നമ്മുടെ ചെറിയ ഉള്ളിയും തക്കാളിയും നന്നായി വഴറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ തന്നം ഫിഷ് മസാല, അതായത് 1/2 കിലോ ഫിഷ് കറിക്ക് നമ്മൾ 20 ഗ്രാം ഫിഷ് മസാല, തന്നം ഫിഷ് മസാലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എരിവ് ഒരുപാട് ജാസ്തി വേണമെന്നുള്ളവർ വേണമെങ്കിൽ കുറച്ച് ജാസ്തി ഇടാം. അതേമാതിരി ഞാൻ ഇന്ന് തേങ്ങ ചേർക്കാണ്ടാണ് ചെയ്യുന്നത്. തേങ്ങ വേണമെന്നുള്ളവർ നമുക്ക് തേങ്ങ ഉപയോഗിക്കുമ്പോൾ കുറച്ച് മസാലപ്പൊടി മാത്രം കുറച്ച് ജാസ്തിയാക്കിയാൽ മതിയാവും. നമ്മുടെ ഫിഷ് മസാല എല്ലാം നല്ലോണം വഴറ്റിയിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള പുളി ഒഴിക്കുക. പുളിയുടെ എപ്പോഴും നമ്മൾ എന്താ ഫിഷ് കറിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പുളിവെള്ളം ജാസ്തിയാക്കിയിട്ട് നല്ലോണം വെട്ടി തിളച്ച് കുറുകണം. അപ്പോഴാണ് ഫിഷ് കറിയുടെ ടേസ്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ കുറച്ച് പുളിവെള്ളം ജാസ്തി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതിനുശേഷം ഇളക്കിയിട്ട് നല്ലോണം മൂടി വെച്ചിട്ട് നല്ലോണം തിളയ്ക്കാൻ അയക്കണം. നമ്മുടെ കറി നല്ലോണം തിളച്ച് ആ എണ്ണയെല്ലാം മേലെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സമയത്ത് മീൻ ചേർക്കാം. അതായത് ആർക്കെങ്കിലും തേങ്ങ വേണമെന്നുള്ളവർ ഈ സമയത്ത് നമുക്ക് തേങ്ങ അരച്ചും ചേർക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിട്ട് മീൻ വേവിക്കാം. നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം വെന്ത് ആ എണ്ണയെല്ലാം മേലെ വന്ന് മീൻ കറി നല്ലോണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങി ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.